പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. ഇത് ആരാധനയുടെ സമയമാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ലോകമെമ്പാടും ഇരുന്ന് അനേകരൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നത് ഒരു കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലൊക്കെ ആണെങ്കിലും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമുണ്ടായി. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ അവർ പൂരിതരായി. കർത്താവിത ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലിരുന്ന് സങ്കടപ്പെട്ടും ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ കഴിയുന്ന അനേകം മക്കള്, പ്രതീക്ഷ നഷ്ടപ്പെട്ടും പ്രത്യാശ അറ്റുപോയും കഴിയുന്നവർ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ, ജീവിതം അടിമുട്ടി നിൽക്കുന്നവർ, മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്നവർ, രോഗികളായിട്ടുള്ളവർ, ഹൃദയം തകർന്നവർ, കർത്താവേ അങ്ങനെയുള്ള മക്കൾ ഇതാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയം. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 34, 17, 18 തിരുവചനങ്ങളിൽ അങ്ങ് ഞങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ, അനീതി പ്രവർത്തിച്ചിട്ടല്ല, ദൈവസ്നേഹത്തിനെതിരായ പ്രവർത്തികളിൽ വ്യാപരിച്ചിട്ടല്ല, മറിച്ച് നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു എന്ന വചനം പറയുന്നു. നീതിമാന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തുന്നു എന്നാണ് പറയുന്നത്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെന്നാണ് വചനം പറയുന്നത്. പൊടുവചനം കൂട്ടിച്ചേർക്കുന്നു, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുന്നു. അടുത്ത വചനം കൂട്ടിച്ചേർക്കുകയാണ്, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. എന്തെല്ലാം കഷ്ടതകളുണ്ടോ, എന്തെല്ലാം വേദനകളുണ്ടോ, മക്കൾ എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലാണോ ജീവിതം, ഇതെല്ലാം കർത്താവ് കേൾക്കുക മാത്രമല്ല, ആ കഷ്ടതകളിൽ നിന്നും ഒരു നീതിമാനെ കർത്താവ് രക്ഷിക്കുന്നു എന്നാ പറയുന്നത്, എന്നാൽ വിടുവിക്കുന്നു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ആ കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിന്നും കർത്താവ് പരിഹാരം നൽകി വീണ്ടെടുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഏതെല്ലാം മേഖലകളിലാണോ ഞങ്ങൾ ഇനിയും നീതീകരിക്കപ്പെടേണ്ടത്, കർത്താവേ നീ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചെന്തിയത് ഞങ്ങളെ നീതീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ഒക്കെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയ ഞങ്ങളെ, പൈശാചിക സ്വാധീനത്തിൽ അകപ്പെട്ടു പോയ ഞങ്ങളെ നീതീകരിക്കാൻ വീണ്ടെടുക്കാൻ നീ ചിന്തിയത് നിന്റെ പരിശുദ്ധ രക്തമാണല്ലോ. ഈശോയെ, ആ തിരുരക്തത്താൽ ഞങ്ങളെ നീതീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ അയോഗ്യരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും പാപത്തിൽ വീണുപോയവരാണെങ്കിലും നിന്റെ സ്നേഹവും നിന്റെ കരുണയും നീ കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തവും ഞങ്ങളെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ളവരാക്കി കർത്താവെ നീ മാറ്റിയില്ലേ. അതുകൊണ്ട് ആ നീതിബോധത്തോടെ നിന്നെ വിളിക്കുന്നു. പ്രശ്നങ്ങളുണ്ട്, സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, കരയാൻ കണ്ണുനീര് പോലും ഇല്ലാത്ത മക്കളുണ്ട്, മാരക രോഗം മൂലം വേദനിക്കുന്നവര്, ക്യാൻസറുകളും മാരക രോഗങ്ങളുമായി ഹോസ്പിറ്റലുകളിലും വെന്റിലേറ്ററുകളിലും കഴിയുന്നവര്, അങ്ങനെയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നവര്, വിലപിക്കുന്നവരൊക്കെ ഉണ്ട്. കർത്താവേ, സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുന്നവരുണ്ട്,
സാമ്പത്തിക മേഖലയിൽ വല്ലാതെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. കടക്കണിയിലായിരിക്കുന്നവര്, അടച്ചു വീട്ടാൻ പറ്റാത്ത രീതിയിൽ ലോണും പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുന്ന മക്കള്, കർത്താവേ നീ കരുണ കാണിക്കണമേ, ഈ മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കൂട്ടിച്ചേർക്കുന്നു 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. കർത്താവേ, ഹൃദയം നുറുങ്ങി നിന്നെ വിളിക്കുന്ന മക്കളാണ്. കർത്താവേ, വലിയ വേദനയുടെ നടുവിൽ ഒരാശ്വാസത്തിന് വേണ്ടിയാ ഈ മക്കൾ ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാ കർത്താവേ നിന്റെ മുമ്പിൽ ഈ മക്കൾ അണഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. വിശ്വാസം ക്ഷയിച്ചു പോയവരും ഇതിനകത്തുണ്ട്. ആത്മീയ ജീവിതത്തിൽ അകന്നുപോയവരുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും ദൈവഭയത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന മക്കളുണ്ട്. ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വല്ലാത്ത പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. കർത്താവേ, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന അനേകം കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഐക്യമില്ല. കർത്താവേ, ഇതിൻ്റെ ഒക്കെ ഭാരം പേറുന്ന കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഈശോയെ, നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, നിന്റെ അനന്തമായ കരുണയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നീ കാൽവരിയിൽ ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ 2 ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനകളെ ഉയർത്താം, നിയോഗങ്ങളെ ഉയർത്താം, നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെ ഉയർത്താം, ആകുലതകളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. പ്രാർത്ഥിക്കാൻ. ദൈവമേ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. എന്നോട് മാത്രമല്ല, എൻ്റെ കുടുംബത്തോട്, കുടുംബാംഗങ്ങളോടൊക്കെ നീ കരുണ കാണിക്കണമേ. യേശുവേ, ഞങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാ മക്കളോടും നീ കരുണ കാണിക്കണമേ. ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ള നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടെ നിയോഗങ്ങളെയും നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. തമ്പുരാനെ, നീ കരുണ കാണിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സമൂഹത്തിന്റെ മേൽ നിന്റെ കരുണയുടെ കരം നീട്ടണമേ. വിശുദ്ധീകരിക്കുന്ന കരം നീട്ടണമേ. വിടുതൽ നൽകുന്ന കരം നീട്ടണമേ. അനുഗ്രഹിക്കുന്ന കരം നീട്ടണമേ. അഭിഷേകം ചെയ്യുന്ന കരം നീട്ടണമേ. യേശുവേ, ഈശോയെ, ഈശോയെ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവമേ, ആമേൻ. എൻ യാചന കേൾക്കണമേ. കരങ്ങൾ കൂപ്പി നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ.
കർത്താവ് തൻ്റെ കാരുണ്യത്തിൽ സ്വീകരിച്ച് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളെ ചേർത്ത് വയ്ക്കാം. ഒക്ടോബർ 1 മുതൽ 5 വരെയുള്ള വാർഷിക കൺവെൻഷൻ, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരുക്കങ്ങൾ. ഒത്തിരി പേര് ഇതിന് പിന്നിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാ ക്രമീകരണങ്ങളെയും സജ്ജീകരണങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 5 ദിവസങ്ങൾ ഈ ആലയത്തിൽ വന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിയോഗങ്ങളോട് ചേർത്ത് നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ ദിവസങ്ങളിൽ വചന ശുശ്രൂഷകൾക്കായി ഈ ആലയത്തിലേക്ക് വരുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഏറ്റവും അകലെ നിന്ന് വരുന്ന മാത്യു വയലാമണ്ണിൽ അച്ഛനെ അടക്കം കർത്താവെ സംരക്ഷിക്കുകയും ദൈവിക പരിപാലന നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അൾത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എന്നു